ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നോക്കുന്നതിൻ്റെ സൗണ്ടൊന്നും റെക്കോർഡായില്ല. അതുകൊണ്ട് എനിക്ക് നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. എല്ലാം എന്ന് പറഞ്ഞ് എണീച്ചിട്ട് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ നമുക്കൊരു ട്രൈഡൻറ്റ് കിട്ടി. ഇപ്പം നമ്മൾ മോഗ് ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം റീസസ് എല്ലാം ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ വീട്ടിൻ്റെ പുറത്ത് ഇത്തിരി അപ്ഡേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. വൈനൊക്കെ തൂക്കിയിട്ട് ഇതൊരു ക്രീപ്പർ അതിനെ പോയി അടിച്ചിട്ട് വരും. ക്രീപ്പറേ 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 വെള്ളത്തിനകത്ത് ചുറ്റി വെള്ളത്തിൻ്റെ ക്രീപ്പർ മോനെ ഇത് സ്കെൽട്ടറേ. കത്തി ഇവിടെ ഇവിടെ എന്ത് നിൽക്കുന്നുണ്ട്? ക്രീപ്പറാണ്. അല്ല, എവിടെ കത്തി? എവിടെ കത്തിയാണെങ്കിൽ ഫോറെവിടെ? നമുക്കിടപ്പേ എനിക്ക് ലക്കുണ്ടെങ്കിൽ ആ സ്കെൽട്ടനെ കൊല്ലുമ്പം ബോണിട്ട് മോനെ സ്കെൽട്ടൻ ബാബേ, എവിടെയാ സ്കെൽട്ടനെ ഇപ്പം കണ്ടിട്ടില്ല. ഞാൻ പോയി കത്തി എടുക്കാൻ. നീ ഇതേ അവിടെ നിൽക്കാണ്. തിരിച്ച് വരണം. ആരെ കിട്ടുള്ളൂ? ബോണിവിടെ ഡ്രോപ്പ് ചെയ്തില്ലെന്നാ തോന്നണം. എനിക്ക് കലക്കില്ല. മീൻ പോണു ചെറുതായി. ഇവിടെ ചെറിയ റിവറില്ലേ? ഇനി നമ്മുടെ ഇഷ്ടത്തിനൊരു പോണ്ടാക്കിയാലും ഇവിടെ കണ്ടില്ലേ കുറച്ച് മീനൊക്കെ കിടന്നുണ്ട്. ഒരു ഫിഷ് കിട്ടി. ഇവിടെ മീനെ കൊന്നാൽ കിട്ടും ഫ്രണ്ട്സ്. മീനെ കൊന്ന ബോൾ കിട്ടും ഫ്രണ്ട്സ്. ഒരാൾ യൂട്യൂബിൽ കണ്ടായിരുന്നു. എന്തോ ഫിഷിൻ്റെ എന്തോ സെറ്റപ്പ് ഉണ്ടാക്കി. രണ്ട് മൂന്നായി അടുത്തടുത്ത് ഫിഷ് കിട്ടുന്നു. ഫിഷും കിട്ടും കേട്ടോ, ഭക്ഷണവും കിട്ടും. ഇത് ലാഭമല്ലടാ ഭയങ്കര. അമ്മ അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? നടക്കട്ടെ. എൻ്റെ പശു ഇനി നമ്മുടെ ബന്ധമൊന്നും വേണ്ട. ഞാൻ ഒരു ഡയമണ്ട് ഡയമണ്ടല്ല, അയൺ പറയാൻ പിടിക്കണം മതില്ലേ? അടിയിലോട്ട് പോ. ഓക്കെ, നമുക്ക് എന്തോ ഇത്രയും തടിക്ക് നമുക്ക് എവിടെ സ്റ്റിക്ക് ഡയമണ്ട് സ്റ്റിക്ക് ഇവിടെ അയൺ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ വുഡ ഇവിടെ ഇരിക്കട്ടെ. ഒരു ബ്ലോക്ക് അടി താഴ്ച ഒരു ലെവലേഷൻ വരട്ടെ. ലെവലില്ലല്ലേ? ഈ വീതി അങ്ങനെ അങ്ങ് പോവാം. ഇച്ചിരി ബോക്സ് എനിക്കൊരു കുളം സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ,
ഷവറെടുത്ത് സാൻഡ് മൈനിങ് നടത്തി. ട്രഷറൊക്കെ ഇങ്ങനെ ചുമ്മാ ഒഴിയുമ്പോൾ കിട്ടണമല്ലേ? ആ ട്രഷറിൻ്റെ അകത്ത് എന്തെങ്കിലും അതിൻ്റെ വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാണണം. ഡയമണ്ട് കാണണം ആയിരിക്കും. വരാൻ സാധ്യത ചിലപ്പോൾ കാണും കേട്ടോ. ലക്കുണ്ടെങ്കിൽ കിട്ടും. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ലക്കിലെന്നൊക്കെയാണ് വരുമ്പോൾ പലതൊന്നുമല്ല. എനിക്ക് ലക്കൊന്നും കാണുമ്പോടാ, നിനക്ക് ലക്കില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊക്കെ കളി നോക്കിയിരുന്നു. ലക്ക് ഇപ്പം എന്തിന്? ലക്ക് എന്ന് പറഞ്ഞാൽ സംഭവം ഭാഗ്യം ഉണ്ടാക്കി ഭാഗ്യം ഉണ്ടെങ്കിൽ രോഗമില്ല. കൊള്ളാട്ടാ. ഓക്കെ, ഇവിടെ ആയിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള നമുക്ക് ഇത്രയും മൈൻഡ് ചെയ്ത് കളയാം. നമ്മൾ കുഞ്ഞിപ്പുണ്ടെന്ന് ഇത്തിരി വലിയതായിരുന്നു തോന്നുന്നു അല്ലേ? ഇത്തിരി വലുതായി, വീതി കൂടിപ്പോയോ എന്നല്ല ഡൗട്ടടെ. അതൊന്നും വേണ്ട. വേണ്ടിപ്പോൾ ലാഗായിട്ടൊന്നും ഓക്കെ. സംഭവം ഇത്രയും അത്ര ഹൈറ്റിൽ കയറിയിരിക്കും. VIP ആണ് നമുക്ക് കാണിച്ചു. പിന്നെ അടിക്കാൻ തീർത്തേ. കൊല്ലൂടാ ഇന്ന് ഞാൻ അവിടെ കൊല്ലൂടോ? എവിടെടാ നായിൻ്റെ മോനെ? അങ്ങനെ തീർത്തു ഫാൻ. എൻ്റെ ഷവലിൻ്റെ ഫാൻ്റെ എൻ്റെ സാനിൻ്റെ ഡർത്തൊക്കെ എവിടെ? എൻ്റെ കയ്യിലെന്തോ അതിൻ്റെ എൻ്റെ ഒന്നും ചുമ്മാ പോണെന്ന് ഞാൻ അടിക്കുമല്ലേടാ. ഇവിടെ കാര്യം നോക്കണേ. ഇവിടെ ഞാൻ അടുത്ത് കോപ്പർ ഡ്രോപ്പ് ചെയ്തൊന്നും മോനെന്താ പ്രസാദം വേണമെന്ന് പറഞ്ഞു. മോനുള്ള പ്രസാദമൊക്കെ ഇട്ട് തന്ന് നിക്കച്ചപ്പോട്ട് കോപ്പർ കിട്ടിയേട്ടാ. ഓക്കെ, എൻ്റെ അറ്റമൊക്കെ സാൻഡ് ഇടണം, ഡയറക്റ്റ് വയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കുളത്ത് റെഡിയായി. ഇല്ല, അവിടെ കൊണ്ടുവരണം. ഇങ്ങനെ സാൻഡിനില്ല, അത് ഞാൻ മൈൻഡ് ചെയ്ത് മാറ്റാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് സാൻഡ് മിറ്റം നമ്മൾ മൈൻഡ് ചെയ്ത് മാറ്റി കുളമായി. ക്ലൈയുള്ള സ്ഥലത്ത് ഉണ്ടെന്നെന്തോ കേട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലൈയുള്ള സ്ഥലം മൈൻഡ് ചെയ്ത് ഇതെന്തായിരുന്നു? കളി ആദ്യം ഇട്ട വീഡിയോ എഡിറ്റ് ചെയ്ത് സോറി കേട്ടോ, എൻ്റെ വോയിസ് ഒന്നും ഇതായില്ല. സോറി ഞാൻ പറയുന്നുണ്ട്. ഇവിടേക്ക് കുറച്ച് ഇഷ്യൂസും കാര്യമൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയാണ് നമുക്കെൻ്റെ തറ മൊത്തം സാൻഡാക്കണം. ഈ ലെവലൊക്കെ മൈൻഡ് ചെയ്ത് മാറ്റാം. ഇപ്പം അത് തിന്നായിരുന്നു. പിന്നെ മൈൻഡ് ചെയ്ത് മാറ്റാം എല്ലാവരും. ഇവിടെ എല്ലാവരും നമുക്കൊന്ന് ആദ്യം കിട്ടിയപ്പോൾ ഒരു ബോൺ കിട്ടിയില്ലേ?
ഫുള്ള് ഫാൻഡാക്കാം. ഇപ്പം 2 ബ്ലോക്ക് ആയിട്ടില്ലേ? 2 ബ്ലോക്ക് താഴ്ചയില്ലേ? ഇല്ലല്ല, അത് പിന്നെയും കഴിഞ്ഞ 2 ബ്ലോക്ക് താഴ്ചയിൽ വന്നിട്ട് രാത്രിയാണ് പോയി കിടന്ന് സ്ലീപ്പിട്ട് പോയി കിടന്ന് ബെഡിയോട്ടങ്ങ് വീട്ടുന്നു. Respawn point set. You can only sleep at night. Respawn point set. Respawn point set. ഇവരുടെ വീട്ടിൽ രാത്രിയായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ഇപ്പം രാവിലെ. നിന്റെ ശബ്ദം വാളിൻ്റെ കാറ്റടിച്ചാൽ മതി. അപ്പോഴാണ് വലിയ ശബ്ദം ഉണ്ടാക്കുക. അവനേക്കാളുണ്ട് അതിൻ്റെ ശബ്ദം. അങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കണേ. ഇവിടെ നിന്ന് ക്ലേ എല്ലാം വരട്ടെ. ക്ലേ വാരുന്നു. ഇപ്പോൾ 1 സ്റ്റാക്ക് ക്ലേ ഒക്കെ ആയില്ലേ? 1 സ്റ്റാക്ക് ഇപ്പോൾ എത്ര? നമുക്കിത് മൈൻ ചെയ്തിട്ട് 1 സ്റ്റാക്ക് നമുക്ക് എത്രത്തോളം ക്ലേ കിട്ടുന്നു നോക്കാം. ആ ക്ലേ എല്ലാം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളതിനുള്ള പ്ലാനുണ്ട്. എല്ലാം കൊണ്ടുപോയി വിഴുങ്ങുക. ഇങ്ങനെ ഫാർമത്തിൽ കയറ്റാം. ഇങ്ങനെ ബ്രിക്കാക്കാം. എന്നിട്ട് ഫ്ലവർ പോട്ട് ഉണ്ടാക്കി വീട്ടിൽ വയ്ക്കാം. എൻ്റെ റിയൽ ഹൗസിൽ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം ഉണ്ടോ? പക്ഷേ എൻ്റെ വീടിനടുത്തുള്ള എനിക്ക് വിചാരിക്കും ഇവൻ എന്തായാലും തള്ളണം. എൻ്റെ വീട്ടിൽ കുറേ ഫ്ലവർ പോട്ട് ഇരിപ്പുണ്ടല്ല. ഇവനിതിപ്പോൾ എന്തോ പറയണേ. എൻ്റെ വീടായിരുന്നു എടുത്തുണ്ടോ? ഏയ്, എൻ്റെ വീടൊന്നും കഴിയാനൊന്നും പോകുന്നു. ഇവിടെ വീടില്ലെന്ന്. ഒരു പാവമാണ് കേട്ടോ. പറ്റാൻ പറ്റാതൊന്ന് വീട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതെനിക്ക് എത്തിക്കാം. മണ്ടന്മാരെല്ലാവരും വിശ്വസിച്ചില്ലേ? നിങ്ങൾ മണ്ടന്മാരൊന്നും വിളിച്ചെന്താ? എപ്പാ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് കേട്ടോ. ഞാനങ്ങനെ അല്ലാതെ നിങ്ങളെ മണ്ടൻ എന്ന് വിളിച്ചില്ല. നിങ്ങളെ പൊട്ടനെ വിളിച്ചു. മീനൊന്ന് പോണാവണില്ലല്ലോ. അതൊന്നും ഗുതും എവിടെ ഡർട്ട് വെക്കേണ്ടത്? എവിടാ സാൻഡ് വെക്കേണ്ടത്? എവിടാ 1 സ്റ്റാക്ക് ക്ലേ? എവിടാ? പിന്നെ ഓട്ടം ഫ്രഷ് അയൺ ഷവലിൽ കുന്തം മാങ്ങ തേങ്ങയൊക്കെ ഇവിടെ ആയിക്കോട്ടെ. എന്നിട്ട് വെളിയിലോട്ട് കഥ ചത്താൽ മതി. ചത്താകുമ്പം അപ്പോൾ നമ്മളിവിടുത്തെ രണ്ടെല്ലാം മാറുന്നു. വണ്ടി ഒന്ന് ചരിച്ച് വിട്ടു വന്നതിന് താങ്ക് യു ഉണ്ട് കേട്ടോ. എന്നേനും ഒന്ന് കൊന്നാണെന്ന് കൊല്ലു. അങ്ങനെ അടി ഒരു പെട്ടെന്ന് അടിയടാ. അങ്ങനെയല്ല, ഗുഡ് ബോയ് ഉണ്ടാ എൻ്റെ ചക്കനാണെന്ന്. ഇപ്പം എല്ലാം മാറിക്കാണുമല്ലോ. അല്ലേ എൻ്റെ കയ്യിൽ SP ഉണ്ടാവണമെന്നറിയ. ഞാൻ വേണ്ടി SP എടുത്തിട്ടും പറയട്ടെ. നമ്മളുടെ എൻ്റെ SP ആണ് കേട്ടോ. അല്ല എൻ്റെ അച്ഛന്മാരൊക്കെ ഒന്നിപ്പോൾ കിട്ടിയ SP എന്നല്ലെന്ന്. എന്തൊക്കെ പാട്ടിട്ട് ചൂടും അല്ല നമുക്ക് ഒരു സോഡ് വേണ്ട, ഒരു സ്റ്റോൺ സോഡ് എന്ന് പറഞ്ഞു. ഒരടിക്കേ ഉള്ളെന്ന്. പിന്നെ നമ്മളാ വീഡിയോ നിർത്തുകയാണ്. ഞാൻ കൊടുത്ത 2-3 മീനോടെ കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ അടുത്ത പാട്ട് പറഞ്ഞെടുക്കും. ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സെക്കൻഡ് പാട്ട് കൂടെ ഇടാം. ഇത് കാണിക്കണം. ഫോൺ വിട്ടിട്ടാണ് ഇതിലൊന്നുമില്ല. മാങ്ങ ഇന്ന് രാത്രി തിന്നാൻ വെച്ച മാങ്ങ അവിടെ ഫ്ലവർ രാത്രി തിന്നാൻ വെച്ച മാങ്ങ എടുത്തുണ്ടായിരുന്നു. വീട്ടുകാരും അറിഞ്ഞില്ലല്ലേ രാത്രി മാങ്ങ കാട്ടാരും ആരും പറഞ്ഞു കൊടുക്കല്ലേ. വീട്ടിൽ വെച്ച് പുറത്താക്കുന്നു. നീ ഭയങ്കര വിഷമമാണ്. ഒരു ശവല്
ഒരു ബോട്ട് റെഡി. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോട്ടെ. വണ്ടി കയറിക്കോ മോനെ, വണ്ടി കയറണ. നമ്മളെ വീട് അവിടെ ഇരിപ്പുണ്ട്. ചാവടേ മീൻ ഡ്രോപ്പ് ചെയ്താണ്. അവിടെ കൂടെ പോയാൽ എനിക്കിതാ ട്രോപ്പിക്കൽ ഫിഷ്. എന്തൊക്കെ പറയണേ, ബീസിനെ കുറിച്ചൊക്കെ പറയണം. നിന്നെ ഇപ്പം തട്ടോടാ. പോണ ഡ്രോപ്പ് ചെയ്തില്ലെന്നു നീ വിഷമായടാ. കരക്കോട്ടടി പേര് മോനെ. തുപ്പല്ലേ അവൻ കൊന്നുവേ. ട്രേഡർ എന്താ ട്രേഡ്? ബക്കറ്റോ പപ്പർ ഫിഷ് റെഡ് സാൻഡ് അല്ലേ? ഓക്കെ, റെഡ് സാൻഡ് ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. ഡോഗ്, ഹേ ഡോഗ്, പ്ലീസ് കം ഓൺ. ലീസ് തന്നെ പോട്ടെ, പോട്ടേടാ. മോനെ നീ എന്നെന്തെങ്കിലും ചെയ്യൂടാ മോനെ. ഞാൻ കൊന്നോളാം ഞങ്ങളെ. നിങ്ങൾ കേൾക്കില്ലേ? ഞങ്ങളുടെ പൂച്ച പൂച്ച കൊണ്ടു പറയുന്നു. എടാ അവൻ്റെ പൂച്ച ഞാൻ കൊന്നൊന്നുമില്ല. ഞാനൊരു മുട്ട കഴിച്ചത് കുമ്പം കൊണ്ട് കിടക്കണം. Tropical shy. Please give me ബോണതാ. നിന്നെ ഞാൻ കൊല്ലുന്നത്. ഒരു ബോളും കിട്ടി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ പട്ടിക്കുട്ടിൻ്റെ ടൈം വെച്ച് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെ അടുത്തൊരു വീഡിയോ ഞാൻ പട്ടിക്കുട്ടിയുടെ ടൈം ചെയ്യും. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.